Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ടി.ഐ. മധുസൂദനൻ എം.എൽ.എക്കെതിരെയുള്ള സാമ്പത്തിക അഴിമതി ആരോപണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റെന്ന കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകരുടെ പരാതിയിൽ സി.പി.എം. പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് സി.പി.എം. കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ പയ്യന്നൂർ പോലീസും കേസെടുത്തിട്ടുണ്ട്. ടി.ഐ. മധുസൂദനൻ എം.എൽ.എക്കെതിരെയുള്ള സാമ്പത്തിക അഴിമതി ആരോപണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ സി.പി.ഐ.എം. പ്രവർത്തകർക്കെതിരെ കേസ്. ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ സുജിത് കുമാർ പി.കെയുടെ പരാതിയിൽ 15ഓളം സി.പി.ഐ.എം. പ്രവർത്തകർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 10ഓളം പേർക്കെതിരെയുമാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പയ്യന്നൂർ നിയോജക മണ്ഡലം എം.എൽ.എക്കെതിരായ സി.പി.ഐ.എം. നേതാവായ വി. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ ആക്രമിച്ചെന്ന കേസിൽ സി.പി.ഐ.എം. പ്രവർത്തകരായ 8 പേരെയും കണ്ടാൽ അറിയാവുന്ന 10ഓളം പേരുടെയും പേരിലും പയ്യന്നൂർ പോലീസ് കേസെടുത്തു. എ. രൂപേഷ് നൽകിയ പരാതിയിലാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം നിയമാനുസൃതമായ ആജ്ഞ ധിക്കരിച്ച് ന്യായവിരോധമായി സംഘം ചേർന്ന് പൊതുസമാധാനത്തിന് ഭംഗം വരത്തക്ക വിധം പയ്യന്നൂർ ടൗൺ ബാങ്കിന് സമീപത്തു നിന്നും തുടങ്ങി പഴയ ബസ് സ്റ്റാൻഡ് വരെ പ്രകടനം നടത്തി അതുവഴി പോകുന്ന വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും മറ്റും മാർഗതടസ്സം സൃഷ്ടിച്ച എന്ന കേസിൽ സി.പി.ഐ.എം. കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെയും പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യച്യുതിയാണ് വി. കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞതെന്നും എതിർക്കുന്നവരെ തടയുന്ന സി.പി.എം. നടപടി ഇനിയും വിലപ്പോകില്ലെന്നും പയ്യന്നൂരിൽ എം.പി. രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളായ കെ. ജയരാജ്, എം.കെ. രാജൻ, കെ. സുരേഷ് കുമാർ, കെ.പി. മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീ വി. കുഞ്ഞികൃഷ്ണൻ ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 10 വർഷക്കാലം ശ്രീ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരിക്കുന്ന മൂല്യച്യൂതിയും അതുപോലെ തന്നെ അവരുടെ പ്രത്യയശാസ്ത്രപരമായ നയവ്യതിയാനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ശ്രീ കുഞ്ഞികൃഷ്ണനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ട 3 സംഭവങ്ങളും ഒന്നിനൊന്ന് ഗൗരവമുള്ളതാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് പുത്തരിയായിരിക്കാം. ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പടിയും കട്ടളപ്പടിയും വരെ തട്ടിക്കൊണ്ടുപോയി വിറ്റ് കാശാക്കിയ ആളുകൾ ഇന്ന് ജയിലിൽ കിടക്കുകയാണ്. ഓരോരുത്തരും ആർജിച്ച സാമ്പത്തികമായ സ്രോതസ്സിൻ്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി അല്ല ഇന്ന് ഇവിടുത്തെ എം.എൽ.എ. അദ്ദേഹത്തെ ജയിപ്പിച്ചത് ജനങ്ങളാണ്. അദ്ദേഹം പണം പിരിച്ചത് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഞാനൊക്കെ എൻ്റെ അടുത്ത് ഏത് രക്തസാക്ഷി പിരിവ് വന്നാലും ഞാൻ ഫണ്ട് കൊടുക്കുന്ന ആളാണ്. എൻ്റെ രസീതൊക്കെ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കാര്യം അതൊക്കെ ഏത് പാർട്ടിയുടെ ഒരു രക്തസാക്ഷി ഉണ്ടായാലും രക്തസാക്ഷിക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നത് സ്വാഭാവികമാണ്, കെട്ടിടം നിർമ്മിക്കുന്നത് സ്വാഭാവികമാണ്, മണ്ഡപങ്ങൾ തീർക്കുന്നത് സ്വാഭാവികമാണ്. അതിനുള്ള അവകാശമല്ല എല്ലാ പാർട്ടിക്കും ഉണ്ട്. പക്ഷേ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കണം.
സാമ്പത്തിക സമാഹരണ അഴിമതിക്കെതിരെ പ്രകടനം നടത്താൻ കോൺഗ്രസിന് എന്ത് യോഗ്യതയാണുള്ളതെന്ന് വി കുഞ്ഞികൃഷ്ണൻ. പ്രതിഷേധത്തെ ശാരീരികമായി നേരിടുന്നതിനോട് താൻ യോജിക്കുന്നില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ. സ്ഥാനാർത്ഥിയാകാനില്ലെന്നും മരിക്കുന്നതുവരെ കമ്മ്യൂണിസ്റ്റായി തന്നെ തുടരുമെന്നും വി കുഞ്ഞികൃഷ്ണൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. അല്ല, ആർക്കും അഭിപ്രായം പറയാനും പ്രകടിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷെ ഈ പ്രകടനം നടത്തുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം, ധാർമ്മികമായി എത്രത്തോളം അവർക്ക് ഇതിനുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ്. ഒന്ന് കോൺഗ്രസ്സാണ്. കേരളത്തിൽ എത്ര ഫണ്ടാണ് പിരിച്ചു മുക്കിയത് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് BJP ആണ്. അപ്പോൾ പ്രകടനം നടത്താൻ എല്ലാവർക്കും അവകാശമുള്ളതാണ്. ആ പ്രകടനത്തെ ശാരീരികമായി നേരിടുന്നതിനെ ഒരു തരത്തിലും ഞാൻ അനുകൂലിക്കുന്നില്ല. പഴയ കാലമല്ല ഇത്. പഴയ കാലത്ത് ഈ പാർട്ടിക്ക് വലിയ നിലയിലുള്ള കടന്നാക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു കാലമല്ല. കൂടുതൽ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ കടന്നാക്രമണങ്ങൾ പരമാവധി പാർട്ടിക്കെതിരായി കുറഞ്ഞു വരികയാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി അക്രമ സംഭവങ്ങളും കേരളത്തിൽ കുറയുകയാണ്. പാർട്ടി തന്നെ തീരുമാനിച്ച് കീഴെ വരെ അറിയിച്ചത് പാർട്ടിയുടെ മുൻകൈയിൽ ഒരക്രമ സംഭവങ്ങളും കേരളത്തിൽ നടക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ അതേ തുടർന്ന് കുറേയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു കണ്ടിട്ടുണ്ട്. അതിനോട് അനുകൂലമായ ഒരു നിലപാടല്ല എനിക്കുള്ളത്. ഇതൊക്കെ ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിയോറ് വാന്തിക്കുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്ഥാനാർത്ഥിത്വം, ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ഇന്നേ വരെ മത്സരിച്ചിട്ടില്ല. ഇനി എൻ്റെ ജീവിതാന്ത്യം വരെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ എൻ്റെ അവസാനം വരെ ജീവിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യം 50 വർഷമായി ഞാൻ ഈ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കടന്നു വന്നിട്ട്. മറ്റൊരു പാർട്ടിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഈ മാധ്യമങ്ങളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മറ്റ് പാർട്ടിക്കാർക്കുള്ള ഒരു മറുപടി കൂടിയാണ്. മറ്റ് പാർട്ടിക്കാരൊന്നും എന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കേണ്ടതില്ല. ഞാൻ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും എന്നതാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴുള്ള നിലപാട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എരമം പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 17 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം ക്ഷേത്ര സന്നിധിയിൽ നടന്നു. TI മധുസൂദനൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എരമം പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 17 സംവത്സരങ്ങൾക്കു ശേഷം 2027 ജനുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം ക്ഷേത്രസന്നിധിയിൽ നടന്നു. TI മധുസൂദനൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നമ്മുടെ കരൂർ കല്യക്ഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് കോമരം ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് പലപ്പോഴും അദ്ദേഹം ഇങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നു. ഓരോ ഘട്ടത്തിലും ഈ പെരിങ്കളിയാട്ടം എവിടെയൊക്കെയാണ് നടത്തേണ്ടത് എന്നത് വളരെ ആലോചനയോടുകൂടി അതിനുള്ള ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. പെരിങ്കളിയാട്ടങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നു. ഇപ്പോൾ ചില പെരിങ്കളിയാട്ടങ്ങൾ നടക്കേണ്ട സമയമായി, ചിലതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പ്രീത അധ്യക്ഷത വഹിച്ചു. കരിവെള്ളൂർ വല്യച്ചൻ പ്രമോദ് കോമരം അനുഗ്രഹ ഭാഷണം നടത്തി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു.
2001 അംഗ സംഘാടക സമിതി പാനൽ ദേവസ്വം സെക്രട്ടറി യു അനിൽകുമാർ അവതരിപ്പിച്ചു. മുഖ്യ രക്ഷാധികാരികളായി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട്, കരിവെള്ളൂർ വല്യച്ഛൻ പ്രമോദ് കോമരം എന്നിവരെ തെരഞ്ഞെടുത്തു. രക്ഷാധികാരികളായി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, TI മധുസൂദനൻ MLA, KC വേണുഗോപാൽ MP, K പ്രീത, C സത്യപാലൻ തുടങ്ങി 11ഓളം അംഗങ്ങളും, ചെയർമാനായി കക്കപ്രവൻ ബാലകൃഷ്ണൻ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ ജനാർദ്ദനൻ TV, ജനറൽ കൺവീനർ TV തമ്പാൻ, ട്രഷറർ TK രാജൻ തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു. 27ഓളം സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ദേവസ്വം പ്രസിഡന്റ് TV കരുണാകരൻ നന്ദി പ്രകാശിപ്പിച്ചു. ചടങ്ങിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഇതോടെ പെരുങ്കളിയാട്ട ഒരുക്കങ്ങൾക്ക് തുടക്കമായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഐതിഹാസികമായ ഉപ്പുകുറുക്കൽ സമരം നടന്ന ഉളിയത്തുകടവിലെ ഉപ്പ് സത്യാഗ്രഹ സ്മൃതി പാർക്ക് അനാഥമായിട്ട് നാളേറെയായി. ആരും തിരിഞ്ഞു നോക്കാതെ സമൂഹവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഇവിടം. കണ്ടില്ലേ, ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഐതിഹാസികമായ ഉപ്പുകുറുക്കൽ സമരം നടന്ന ഉളിയത്തുകടവ് ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്ക്. ഇതിന്റെ അവസ്ഥയാണിത്. ആർക്കും വേണ്ടാതെ അനാഥമായി കിടന്ന് നശിച്ചു പോകുകയാണ് ഈ പാർക്കും. 1930 ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജി ആരംഭിച്ചതായിരുന്നു സമരം. കോഴിക്കോട് നിന്നും ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചു. 32 അംഗ ജാഥയെ നയിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പനായിരുന്നു. ഏപ്രിൽ 21 ജാഥ പയ്യന്നൂരിലെത്തി. പിറ്റേന്ന് ഉളിയത്തുകടവിലെത്തി ഉപ്പുകുറുക്കി. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവമായിരുന്നു പയ്യന്നൂരിലെ ഉപ്പുകുറുക്കൽ. ഇതേ തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം അക്രമവാഴ്ച തുടങ്ങി. K കേളപ്പനടക്കമുള്ളവർ ജയിലിലായി. ഐതിഹാസിക സമരം നടന്ന ഉപ്പു സത്യാഗ്രഹ വേദിയായ ഉളിയത്തുകടവ് ഇന്ന് സമൂഹവിരുദ്ധരുടെ പ്രധാന താവളമാണ്. പാർക്കിന്റെ ഗേറ്റ് തകർന്നു കിടക്കുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടമായി മാറിയിരിക്കുന്നു ഇന്നിത്. 2006 കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പാർക്ക് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഈ സ്വാതന്ത്ര്യ ചരിത്ര സ്മാരകത്തിന്റെ സ്ഥിതി ഇന്ന് അത്രയും പരിതാപകരമാണ്. എന്തിനാണ് സ്വാതന്ത്ര്യ ചരിത്ര സ്മൃതികളോട് ഇത്ര അവഗണന? ഇതുപോലുള്ള ചരിത്ര സ്മൃതികൾ സംരക്ഷിക്കാതെ പുത്തൻ നവീകരണങ്ങളും വികസനങ്ങളും കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. CPIയുടെ ഗൃഹസന്ദർശന പരിപാടിക്ക് കരിവെള്ളൂരിൽ തുടക്കമായി. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP നേതൃത്വം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ അപ്രതീക്ഷിത പരാജയ കാരണം ജനങ്ങളിൽ നിന്നും നേരിട്ടറിയുന്നതിന്റെ ഭാഗമായി CPIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിക്ക് കരിവെള്ളൂരിൽ തുടക്കമായി. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗൃഹസന്ദർശന പരിപാടിയിൽ CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P സന്തോഷ് കുമാർ MP പങ്കെടുത്തു. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിനും അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുമുള്ള ഒരു പ്രധാന രാഷ്ട്രീയ ഇടപെടലായി സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായാണ് കരിവെള്ളൂരിലും ഗൃഹസന്ദർശനം സംഘടിപ്പിച്ചത്. ഇതിലൂടെ പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ജനവിശ്വാസം വർദ്ധിപ്പിക്കാനും സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും സാധിക്കുമെന്നതും ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ച് അവ നയപരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ പരിപാടിയുടെ മുഖ്യ ലക്ഷ്യമെന്നും P സന്തോഷ് കുമാർ MP പറഞ്ഞു. 5 മുതൽ 31 വരെ ഭവന സന്ദർശനം നടത്തുക എന്ന ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി പല സന്ദർഭങ്ങളിലും ഭവന സന്ദർശനം നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേക ഭവന സന്ദർശനം എന്ന നിലയിൽ പ്ലാൻ ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നുകൂടി രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തനോടൊപ്പം ഞാനും പല വീടുകൾ സന്ദർശിക്കുകയുണ്ടായി. ഇന്ന് 25-ാം തീയതി കരിവെള്ളൂർ കൊടിയൻ പ്രദേശത്താണ്. കുറെ വീടുകൾ സന്ദർശിച്ചു. അപ്പോൾ മനസ്സ് തുറന്ന അഭിപ്രായം പറയാൻ ആളുകളെ പ്രേരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ, മുഴുവൻ സമയം അതിനകത്ത് ഇടപെടുന്നവർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കുണിയൻ, നെടുവപ്പുറം, പെരളം, കൊഴുമ്മൽ എന്നീ പ്രദേശങ്ങളിലാണ് ഗൃഹസന്ദർശനം നടന്നത്. ജനങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രധാന വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണത്തുടർച്ച വേണ്ടതിന്റെ പ്രാധാന്യവും വിശദീകരിക്കപ്പെട്ടു. പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി V ബാലൻ, M രാമകൃഷ്ണൻ, K വിനോദ് കുമാർ, K അസീസ്, MV രാഘവൻ, N സുനിൽകുമാർ, PR പൊന്നമ്മ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
സ്വാതന്ത്ര്യസമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ പോരാളിയുമായിരുന്ന വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ അനുസ്മരണ സമ്മേളനവും ദാമോദരൻ കുളപ്പുറത്തിന് അവാർഡ് സമർപ്പണവും പുറശ്ശേരിയിലുള്ള വടക്കില്ലത്ത് വെച്ച് നടന്നു. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ അനുസ്മരണ സമ്മേളനവും ദാമോദരൻ കുളപ്പുറത്തിന് അവാർഡ് സമർപ്പണവും പുറശ്ശേരിയിലുള്ള വടക്കില്ലത്ത് നടന്നു. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ സമ്പന്നമായ ആ പൈതൃകം മാധവൻ പുറച്ചേരി ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. ധീരമായി സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുകയും ചിലപ്പോൾ കുറച്ച് കൂടിപ്പോയെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നും. എന്നാലും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ആ പ്രതിബദ്ധത സമൂഹത്തോടാണ് മറ്റൊന്നിനോടുമല്ല എന്ന് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു ആ വടക്കൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആ രീതി അദ്ദേഹം പിന്തുടർന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തവണ നമുക്ക് ദാമോദരൻ കുളപ്പുറത്തിനാണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് മികവ് പുലർത്തിയവർക്കും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ഓരോ വർഷവും അവാർഡിന്റെ അത് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ അത് മാറി വരാറുണ്ട്. ഇത്തവണ സാഹിത്യത്തിലാണ്. അപ്പോൾ മാധവൻ തന്നെ ശ്രീ ദാമോദരൻ കുളപ്പുറത്തെ പോലെ ആളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ അർഹിക്കുന്ന അംഗീകാരം കിട്ടാൻ പലപ്പോഴും വൈകിയ ഒരാളായിട്ട് എനിക്ക് മാധവനെയും തോന്നാറുണ്ട്. വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരി സ്മാരക സമിതി അംഗം വി ആയിഷ ബീവി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ EV രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണവും അവാർഡ് സമർപ്പണവും നിർവഹിച്ചു. 25,000 രൂപയും ശില്പി KKR വെങ്ങര നിർമ്മിച്ച ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം അവാർഡ് ജേതാവ് ദാമോദരൻ കുളപ്പുറത്തിന് സമർപ്പിച്ചു. പ്രശസ്തി പത്ര അവതരണം കരിവള്ളൂർ രാജനും പ്രശസ്തി പത്ര സമർപ്പണം VE ശങ്കരനും നിർവഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, T കൃഷ്ണൻ, IV ശിവരാമൻ, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, KV ബാബു, ഡോക്ടർ AC ശ്രീഹരി, രസിക MV, M ഗോവിന്ദൻ, PV ബാബു രാജേന്ദ്രൻ, VE പ്രസാദ്, വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരി സ്മാരക സമിതി ചെയർമാൻ മാധവൻ പുറച്ചേരി, VE പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ദാമോദരൻ കുളപ്പുറം മറുമൊഴി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നവീകരണം നടക്കുന്ന മാതമംഗലം പിലാത്തറ റോഡിൽ കൈതപ്രത്ത് വൈദ്യുത തൂൺ ഉൾപ്പെടുന്ന ഭാഗത്ത് ജില്ലി നിരത്തി വീതി കൂട്ടി ടാറിംഗ് ചെയ്യുന്നതിനായാണ് വൈദ്യുത തൂൺ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ജില്ലി നിരത്തിയിരിക്കുന്നത്. നവീകരണ പ്രവൃത്തി നടക്കുന്ന മാതമംഗലം പിലാത്തറ റോഡിൽ കൈതപ്രത്ത് വൈദ്യുത തൂൺ ഉൾപ്പെടുന്ന ഭാഗത്ത് ജില്ലി നിരത്തി വീതി കൂട്ടി ടാറിംഗ് ചെയ്യുന്നതിനായാണ് വൈദ്യുത തൂൺ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ജില്ലി നിരത്തിയിരിക്കുന്നത്. വൈദ്യുത തൂൺ മാറ്റാതെ ജില്ലി നിരത്തിയത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കൂടാതെ പുനിയങ്കോട് നീലിയാർ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ ജില്ലി നിരത്താനായി റോഡരികിൽ നിന്ന് മണ്ണെടുത്തിട്ട് ഇതുവരെ ജില്ലി നിരത്തിയിട്ടില്ല. ഇവിടെ വളവുള്ള പ്രദേശമായതിനാൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കൊക്കാനശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവത്തിനോടനുബന്ധിച്ച് പ്രതിഷ്ഠാദിനമായ ജനുവരി 26 നടക്കുന്ന അന്നദാനത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 10,000-ലധികം പേർക്കാണ് അന്നദാനം നൽകുന്നത്. കൊക്കാനശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ജനുവരി 26 നടക്കുന്ന അന്നദാനത്തിനായുള്ള ഒരുക്കങ്ങൾ കലവറയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കലവറ വിശേഷങ്ങൾ കണ്ടുവരാം. വാർഡ് കൗൺസിലർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായി? അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മടത്തുംപടി അമ്പലത്തിലെ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് തന്നെയാണ് അവർ ഈ ഉത്സവത്തിന് ഇറങ്ങി തിരിച്ചിട്ടിരിക്കുന്നത്. അവരുടെ എല്ലാവിധ സഹകരണവും, അതായത് പൂർണ്ണ ആൾക്കാരുടെ എല്ലാവിധ സഹകരണങ്ങളും ഈ ഒരുക്കങ്ങളിലുണ്ട്. ഇന്നിപ്പം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അപ്പം ഏകദേശം ഒരു 9,000-10,000 പേർക്കാണ് അന്നദാനം എല്ലാ വർഷവും മടത്തുംപടി അമ്പലത്തിൽ വെച്ചിട്ട് നൽകുന്നത്. അപ്പോൾ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണത്. അത് തന്നെ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ കുറേ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് അതൊക്കെ മറികടന്ന് നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രദേശവാസി എന്ന നിലനിൽക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി അത് പറയാൻ സാധിക്കും. ഒരുക്കങ്ങളെല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു.
വനിതാ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഈ ഒരു അന്നദാനത്തിൻ്റെ ഒരുക്കങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ കൗൺസിലർ നമ്മളോട് പറഞ്ഞു. ഇവിടെ മുഴുവൻ വനിതാ കമ്മിറ്റി തന്നെയാണുള്ളതല്ലേ? ഇവിടെ ശരിക്കും പറയാ വെച്ചാൽ വനിതാ കമ്മിറ്റിയാണ് എല്ലാ കാര്യത്തിലും മുന്നിലുള്ളത്. ഇപ്പം ഉത്സവം തുടങ്ങിയെന്ന് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം എന്തുകൊണ്ട് രാവിലെ ലളിത സഹസ്രനാമ സ്തോത്ര വായന, അത് നമ്മുടെ ഇവിടുത്തെ വനിതകൾ തന്നെയാണ്. അതേപോലെ വൈകുന്നേരം ചുറ്റുവിളക്ക് എല്ലാ ദിവസവും, ഈ ദിവസം ഉത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ചുറ്റുവിളക്കുണ്ട്. അത് ചിലർ പ്രാർത്ഥനയുണ്ട്, ചിലപ്പോൾ നമ്മുടെ വനിതാവേദിയുടെ വകയും ഞങ്ങൾ ചുറ്റുവിളക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ എല്ലാത്തിനും വനിതകളുടെ ഒരു എല്ലാത്തിനും ഉണ്ട് വനിതകളുടെ സാന്നിധ്യം. എന്തായാലും കലവറയിൽ ഒരുക്കങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ആലപ്പടമ്പ യുവതാര ജനകീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ അഫിലിയേഷൻ പ്രഖ്യാപനവും തെരുവ് നാടകോത്സവവും ആലപ്പടമ്പിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പടമ്പ യുവതാര ജനകീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ അഫിലിയേഷൻ പ്രഖ്യാപനവും തെരുവ് നാടകോത്സവവും ആലപ്പടമ്പിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രന്ഥാലയത്തിന്, ഒരു വായനശാലയ്ക്ക്, അതിന്റെ സാംസ്കാരിക പ്രവർത്തനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉണ്ട്. നമ്മളിപ്പം വിചാരിക്കും ഇങ്ങനെ പരിപാടി ചെറിയ കാര്യമാണ്, പക്ഷെ ഇത് ഇങ്ങനെയുള്ള പ്രവർത്തനം, അതായത് നിതീഷ് നാരായണൻ ഗോപിനാഥനോട് ചോദിച്ചൊരു കാര്യം, മറ്റ് രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പം വായനശാല ഇല്ലാത്ത സ്ഥലത്ത്, അവിടെ വായന ഇല്ലാത്ത സ്ഥലത്ത്, ജനങ്ങൾ ചോദിച്ച് നിൽക്കാത്ത സ്ഥലത്ത് ആളുകളെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നമ്മളെക്കാളൊക്കെ ചെറിയ പ്രായത്തിൽ കണ്ട ഒരാളാണ്. ഇതുപോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് അതിന് നന്മയുണ്ട്. അതാണ് നമ്മുടെ കേരളം, അതാണ് നമ്മുടെ മലബാർ, അതാണ് നമ്മുടെ പയ്യന്നൂര്, അതാണ് നമ്മുടെ ആലപ്പുഴ. ചടങ്ങിൽ പി ഗോപിനാഥൻ അധ്യക്ഷനായി. ഡോക്ടർ നിതീഷ് നാരായണൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വിജയൻ അഫിലിയേഷൻ പ്രഖ്യാപനം നടത്തി. ടി വിജയൻ, കെ കമലാക്ഷൻ, ടി ജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിചാരണ, ചെരട്ട എന്നീ തെരുവു നാടകങ്ങളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് പൂങ്കാവിൽ നമ്മൾ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 2ാം വാർഷികാഘോഷ പരിപാടിക്ക് സമാപനം. വിവിധ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. ചെറുകുന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നമ്മൾ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 2ാം വാർഷികാഘോഷം പൂങ്കാവ് അംഗൻവാടി പരിസരത്ത് നടന്നു. ഐക്യവും കൂട്ടായ്മയും സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിക്കുന്ന ചടങ്ങ് നാട്ടുകാരുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അംഗൻവാടി കുട്ടികൾ അവതരിപ്പിച്ച മനോഹരമായ കലാപരിപാടികളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. മാധ്യമപ്രവർത്തകൻ നികേഷ് താവം ഉദ്ഘാടനം നിർവഹിച്ചു. കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ വാർഷികാഘോഷ കമ്മിറ്റി കൺവീനർ വിനോദ് കുമാർ, വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ പി രാജേഷ്, ആലിക്കുഞ്ഞി പൂങ്കാവ് എന്നിവർ സംസാരിച്ചു. നാടോടി നൃത്തം, സംഘനൃത്തം, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ ഗാനമേള തുടങ്ങിയ വർണ്ണാഭമായ കലാപരിപാടികൾ സദസ്സിനെ ആകർഷിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.